കലംകാരിയിൽ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കോഡ് സെറ്റ്, അതും ലേപ്പിൾ കോളേഴ്സ് വന്നിട്ടുള്ള വെരി ബ്യൂട്ടിഫുൾ കോഡ് സെറ്റ്, എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. മച്ചിലപട്ടണം കലംകാരിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ആ ബ്ലോക്ക് ആയിട്ട് വരുന്നത് അല്ലേ. കംപ്ലീറ്റ്ലി ഓപ്പണബിൾ ആണ്. ഇത് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ്. എ ലൈൻ സ്ലിറ്റഡ് ആണ്, സൈഡ് സ്ലിറ്റും വരുന്നുണ്ട്, മിഡിൽ സ്ലിറ്റും വരുന്നുണ്ട്. സെമി പാരൽസ് ബോട്ടം വിത്ത് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ്. സ്ലീവ്സിനകത്തുണ്ട് ചെറുതായിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ ബോട്ടം ഹെം ലൈനിലേക്കും അതേപോലെ ചെറിയൊരു സ്കാലപ്പ് വരുന്നുണ്ട്. വെരി ബ്യൂട്ടിഫുൾ, ഈക്വലി ഫോർമൽ ആൻഡ് ഓൾസോ കാഷ്വൽ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിനകത്ത് ഡിഫറെൻറ്റ് പ്രിൻസിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 1299 ആണ്. ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ത്രൂ ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഇത് വന്നിരിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു മെറൂണും ബ്ലൂ യെല്ലോ എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് വെരി ബ്യൂട്ടിഫുൾ ഒരു ബ്രൗൺ ഷെയ്ഡ്. ഈ കലംകാരി എന്ന് പറയുന്നതുണ്ടല്ലോ, ശരിക്കും ഭയങ്കര ആർട്ടിസണൽ വാല്യൂ ഉള്ള ഒരു ഫാബ്രിക്കാണ്. രണ്ട് ടൈപ്പിലുള്ള കലംകാരീസാണ് വരിക. ഒന്ന് ഈ മച്ചിലപട്ടണം, പിന്നെ ഒന്ന് ഹസ്തകല. മച്ചിലപട്ടണം എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് ബേസ് ചെയ്തിട്ടാണ്. ഹസ്തകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പെൻ കലംകാരി എന്ന് പറഞ്ഞാൽ നമ്മൾ വരക്കില്ലേ, അതാണത്. അത് കുറച്ചുകൂടി ഒരു പ്രീമിയം സിൽക്കിനകത്തൊക്കെ സാരീസിലൊക്കെ വരുമ്പോൾ അടിപൊളിയാണ്. കുറച്ചുകൂടി ഒരു പ്രീമിയം റേഞ്ചിലാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കുറച്ച് ചിലപ്പോൾ നല്ല കുറച്ചുകൂടി കട്ടിക്ക് ഇരിക്കും, ചിലപ്പോൾ അത്രയും കട്ടിയില്ലാതൊക്കെ ഇരിക്കുന്നത് കേട്ടോ. നല്ലൊരു ബ്രൗൺ ആൻഡ് യെല്ലോ ബ്ലൂ കളർ മിക്സിലാണ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാലും ഇതേപോലെ സെമി പാരൽസ് ബോട്ടമാണ് കേട്ടോ. ഈ ഫാബ്രിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രിന്റ് നമുക്ക് എന്താണ് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിന് ഈ ഒരു എന്താ പറയുന്നത്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് കിട്ടുക. പ്രിന്റ്സ് ഒക്കെ വളരെ എവിഡൻ്റ് ആയിട്ട് കാണാനും പറ്റും. ഇതൊരു ഗ്രീൻ ഷെയ്ഡാണേ, ബാക്കിൽ ഇതുപോലെ വരും. പക്ഷേ അതിനകത്തെ ഡിഫറൻസ് എന്താ അറിയോ, നമ്മൾ ഇടുമ്പോൾ ഉള്ള സുഖം രണ്ടും രണ്ടാണ്. ഇത് ഇടുമ്പോൾ ശരിക്കും ആ ഒരു നമുക്ക് ഈ ഫാബ്രിക്കൊക്കെ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു ഓർഗാനിക് ഇതിൻ്റെ ഒരു ഫിനിഷ്. ഇതാണ് ബ്ലാക്ക് വരിക, ബാക്ക് സൈഡ് ഇതുപോലെ വരും, ബോട്ടം വരുന്ന ഇതാണ്. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഫാബ്രിക്സ് നമ്മൾ വാഷൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പം വെയിലത്തിടുമല്ലോ, ഇടുമ്പോഴാണേലും കുറച്ച് ഷെയ്ഡുള്ളിടത്ത് ഇട്ടാൽ ഇച്ചിരി നന്നായിരിക്കും. ചൂട് തട്ടണം എന്നേ ഉള്ളൂ. അല്ല അതുപോലെ ഇത് ഇൻസൈഡ് ഔട്ട് ചെയ്തിട്ട്, അതായത് ഈ ഒരു പോർഷൻ സണ്ണ് കാണാത്ത രീതിയിൽ തിരിച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നാൾ നമുക്കിത് ഡ്യൂറബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നെക്സ്റ്റ് വരിക ഒരു ബ്ലാക്ക് ബ്ലൂ യെല്ലോ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ്. അതിൻ്റെ ഒരു ഗ്രേ കളർ ആ ഒരു ഇതിലാണ് വരിക. നെക്സ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീനകത്തും സിമിലർ ഒരു പാറ്റേൺ. ഓക്കെ, ബാക്കിൽ ഇതുപോലെ വരും. അടുത്തത് ഇതാണ് ഗ്രീൻ. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു ഡാർക്കർ ബ്രൗൺ ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുണ്ടാവുക. 1299 ആണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരെണ്ണവും കൂടെ ഉണ്ട് കേട്ടോ, അത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഞാൻ അതുകൊണ്ട് ഇന്ന് കാണിക്കാം കേട്ടോ. ഓക്കെ, ഇതുണ്ടല്ലോ, ഇത് നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഫാബ്രിക് മാത്രം ഇതായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പണ്ടത്തെ നമ്മുടെ കോഡ് സെറ്റ് ടൈപ്പിലാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ വരുന്നതാണ്. അതായത് ലേപ്പിൾ കോളേഴ്സ് അല്ല, ഈ ഒരു നെക്കാണ്. അതേപോലെ തന്നെ മിഡിൽ സ്ലിറ്റും വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റ് ഇല്ല, എ ലൈൻ മിഡിൽ സ്ലിറ്റ് വരുന്ന ടൈപ്പിലാണ്. ഒരു മിനിറ്റ്, സൈഡ് സ്ലിറ്റ് ഉണ്ട് നോക്കട്ടെ. സൈഡ് സ്ലിറ്റും ഉണ്ട്, മിഡിൽ സ്ലിറ്റും ഉണ്ട്. മിഡിൽ സ്ലിറ്റും കൂടി വരുന്ന ടൈപ്പിലെയാണ് ഈ ഒരു പാറ്റേൺ. ഇതിൻ്റെയും ബോട്ടം ഒക്കെ സെയിം ആണ് കേട്ടോ. ഈ ഒരു ഇത് മാത്രമാണ് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിന് മുന്നേ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെയിം ഇങ്ങനത്തെ ഒരു വെർട്ടിക്കൽ പാറ്റേണിൽ കിട്ടുമ്പോൾ നമ്മളിത് ഇങ്ങനത്തെ ഒരു മോഡൽ ചെയ്താൽ നല്ലതായിരിക്കും. അതുകൊണ്ട് ഇത് മാത്രം അങ്ങനെ ചെയ്തേക്കുന്നത്. ഇത് സെമി പാരൽസ് ബോട്ടം തന്നെയാണ്, ബാക്കിയെല്ലാം സെയിം ആണ്. ഇതിൻ്റെ കട്ടിനകത്തുള്ള ഡിഫറൻസ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് സെയിം 1299. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. നമ്മൾ ഈ പ്രോഡക്റ്റ്സ് എല്ലാം കാണിക്കുന്നത് നമ്മൾ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. നമ്മുടെ മാനുഫാക്ചറിങ്ങും നമ്മുടെ ഫാക്ടറി എല്ലാം ബാംഗ്ലൂരാണ് വരിക. അപ്പോൾ പ്രോഡക്ട്സ് ഒക്കെ ഡിസ്പാച്ച് ആവുന്നതും ഇവിടെ നിന്നാണ്. നമുക്ക് ഷോപ്പ് വരുന്നത് നാട്ടിൽ ലോലിപോപ്സ് ലൈഫ് സ്റ്റൈൽ MC റോഡ് കൊട്ടാരക്കര. അതൊരു മൾട്ടി ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണ്. ലേഡീസിനും കിഡ്സിനും ജെൻസിനും വേണ്ടുന്ന കളക്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. ഇപ്പം യമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ ബ്രാൻഡാണ്. അപ്പോൾ അതൊരു കൗണ്ടറായിട്ട് അവിടെ ഉണ്ട്. പക്ഷേ അത് മാത്രമല്ല ആ ഷോപ്പിലുള്ളത്, അല്ലാത്ത ഒത്തിരി കൈൻഡ് ഓഫ് പ്രോഡക്ട്സും അവിടെ അവൈലബിൾ ആണ്. വേറെ ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. അപ്പം യൂഷ്വലി എന്താ നമ്മളിത് കണ്ടിട്ട് ഇത് അവിടെ പോയി എടുക്കാമെന്ന് പറഞ്ഞ് പോകും. പക്ഷേ അപ്പോഴാണ് ഡിസപ്പോയിൻറ്റഡ് ആവുക. ഇത് അവിടെ അപ്പോൾ തന്നെ കാണണമെന്നില്ല. ഇത് അവിടേക്ക് വരും, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരിക. വരുമ്പോൾ തന്നെ ചിലപ്പോൾ സോൾഡ് ഔട്ടായി പോകാനും റീസൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നോക്കി പോകാവൂ. പക്ഷെ അന്നേരം സോൾഡ് ഔട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഫാക്ടർ വരുന്നത്. പക്ഷേ അതൊരു അടിപൊളി സ്റ്റോറാണ്. വേറെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. താങ്ക് യു.